Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് Lenovoന്റെ Smart Clock 2 with wireless charging dock. അപ്പോൾ നിങ്ങൾക്ക് ബോക്സിൽ തന്നെ ഡീറ്റെയിൽസ് എഴുതി കാണാം. അപ്പോൾ Lenovoന്റെ Smart Clock 2. അപ്പോൾ ഇത് സാധാരണ ഒരു ക്ലോക്ക് അല്ല. ഇതേപോലത്തെ ഒരു ക്ലോക്ക് നമ്മൾ ഈ ചാനലിൽ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ലെനോവോൻ്റെ സ്മാർട്ട് ക്ലോക്കും. അപ്പോൾ ഫംഗ്ഷനാലിറ്റി വൈസ് ഏതാണ്ട് സിമിലർ ആണ്, കാര്യമായ ഡിഫറൻസസ് ഒന്നുമില്ല. കാരണം ഇതിനകത്ത് നമ്മൾ സ്മാർട്ട് ഫംഗ്ഷനാലിറ്റീസ് ആണ് വരുന്നത്. അതായത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് വോയിസ് കമാൻഡ്സ് വെച്ച് എല്ലാ ഫംഗ്ഷനാലിറ്റിയും, അതായത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാനും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഫെച്ച് ചെയ്യാനും എല്ലാം സാധിക്കും. പക്ഷേ ഇതിനകത്തൊരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ പോലും ഡിസ്പ്ലേ കൊണ്ട് നമുക്ക് കാര്യമായ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു മൂവി വാച്ചിങ്ങോ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇതിനകത്തില്ല. പക്ഷേ ഇതൊരു സ്മാർട്ട് ക്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ക്ലോക്കിനകത്ത് അലാം ഉണ്ട്, ടൈം കാണിക്കും, അതേപോലെ ഒരു നൈറ്റ് ലൈറ്റ് കൂടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഡോക്കാണ്. ഇതിൻ്റെ ലിങ്ക് കാണാം, ഒരു വയർലെസ് ചാർജിങ് ഡോക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് ഉള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമുക്ക് ഈ ഡോക്ക് വെച്ച് തന്നെ ചാർജും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെസ്ക് ക്ലോക്ക് അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്ലോക്കൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതിന് അനൗൺസ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. ഇത് നമുക്ക് ലെനോവോ നമുക്ക് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്, ലെനോവോ സ്മാർട്ട് ക്ലോക്ക് 2 വിത്ത് വയർലെസ് ചാർജിങ് ഡോക്ക്. അപ്പോൾ ലെനോവോ അയച്ചു തന്നൊരു പ്രൊഡക്റ്റാണ്, നമുക്കിത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹേ ഗൂഗിൾ എന്നുള്ള ഒരു ലോഗോ കാണാം, കാരണം ഇത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ബാക്കി ഇതിനകത്ത് ബോക്സിനകത്ത് കാര്യമായ ഡിസൈൻസും ചേഞ്ചസ് ഒന്നും എഴുതിയിട്ടില്ല. അത് യൂട്യൂബ് മ്യൂസിക്, ഗൂഗിൾ ഫോട്ടോസ്, സ്പോട്ടിഫൈ, ഫിലിപ്സ് ഹ്യൂ എന്ന് പറഞ്ഞ അതേ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. എങ്കിലും ഞാൻ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ലെനോവോ സ്മാർട്ട് ക്ലോക്ക്. ഇതായിരിക്കും വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ ലെനോവോ സ്മാർട്ട് ക്ലോക്ക് ഒന്ന് നമുക്ക് നോക്കാം, ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ലെനോവോൻ്റെ സ്മാർട്ട് ക്ലോക്ക്. വളരെ ചെറിയൊരു ക്ലോക്കാണ്, നമുക്കിവിടെ ഇതൊന്ന് തുറന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ നമുക്കൊരു തുണീൻ്റെ ഫിനിഷാണ്, ഒരു ക്ലോത്ത് ഫിനിഷാണ്, എങ്കിലും നല്ലൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലേ പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ ഉണ്ട്. ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇത് ചാർജിങ് പോർട്ടാണ്, അതായത് ചാർജിങ് അല്ല, കറണ്ടിനുള്ള പോർട്ടാണ്. ഇത് ആക്ച്വലി ബാറ്ററി ഒന്നുമില്ല, ഇതിനകത്ത് കറണ്ട് വേണം, ഫുൾ ടൈം കറണ്ട് സപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ നമുക്ക് മൈക്ക് മ്യൂട്ട് ഓൺ ഓഫ് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇവിടെ ലെനോവോയുടെ ബ്രാൻഡിങ് ആണ്. ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ ഡോക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ലെനോവോ സ്മാർട്ട് ക്ലോക്കിൻ്റെ മാനുവൽ യൂസർ ഗൈഡുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ബോക്സിനകത്തുള്ളൂ. ഇത് നമുക്ക് ചാർജിങ് ഡോക്കും കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നാൽ നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് കൂടി നമുക്ക് കാണിച്ചു തരാം. കാരണം ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് ഡോക്കും കൂടി അൺബോക്സ് ചെയ്യാം. അപ്പോൾ വയർലെസ് ചാർജിങ് ഫോൺസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്, കാരണം നമുക്ക് വേറെ ഒരു ചാർജറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ്. ഇതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല, ഒന്നും അതിൻ്റെ മാനുവൽ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. കണ്ടില്ലേ, ഇവിടെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഉണ്ടോ ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു USB പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടില്ല, ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ലൈറ്റ് കാണാം. ആക്ച്വലി ഇത് ചുറ്റും നമുക്ക് ആക്ച്വലി ലൈറ്റ് ഉണ്ട്. അപ്പോൾ നൈറ്റ് ലൈറ്റായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാലിറ്റി കൂടിയുണ്ട്. ഇതാണ് ചാർജിങ് പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് പവർ ഓൺ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ സ്മാർട്ട് ഫോൺ വേണം ഇതൊന്ന് പെയർ ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഇതിനകത്തോട്ട് കൊടുത്താലേ നമുക്ക് വോയിസ് കമാൻഡ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ വരുന്ന ഗൂഗിൾ ആപ്പ് എടുത്തിട്ട് വേണം നമ്മൾ ഇത് കോൺഫിഗർ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഗൂഗിൾ സ്മാർട്ട് ക്ലോക്ക് ഫൗണ്ട് എന്ന് കാണാം. അപ്പോൾ സെറ്റ് അപ്പ് ദ ഡിവൈസ് ആണ് കണക്റ്റിംഗ് ഗൂഗിൾ അസിസ്റ്റൻറ്റ്. അപ്പോൾ ക്ലോക്കിലേക്ക് കണ്ടില്ലേ, ക്ലോക്കിൽ നമുക്കൊരു കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെറ്റപ്പ് ഡീറ്റെയിൽസും അവിടെ കാണാം. അപ്പോൾ ജസ്റ്റ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫംഗ്ഷനാലിറ്റി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ലെനോവോ സ്മാർട്ട് ക്ലോക്ക് 2. ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക്. അപ്പോൾ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് മ്യൂസിക് കേൾക്കാം, പിന്നെ അലാംസ് സെറ്റ് ചെയ്യാം, പിന്നെ വെതർ ഇൻഫർമേഷൻ ഉണ്ട്.
ഇത്രയും 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അലാം സെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. പിന്നെ പ്ലേ മ്യൂസിക് ഉണ്ട്, നൈറ്റ് ലൈറ്റ് ഓൺ കണ്ടുകഴിഞ്ഞാൽ താഴെ ഒരു ലൈറ്റ് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നൈറ്റ് ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ സൗണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യാം, വോളിയം ഡിക്രീസ് ചെയ്യാം, നമുക്ക് മ്യൂട്ടാക്കാം, ഈ ഓപ്ഷൻസ് ഉണ്ട്. അത്രയ്ക്കൊരു ഇൻ്റർഫേസ് അത്രയ്ക്കൊരു പെർഫെക്റ്റ് അല്ല. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലോക്ക് ഫേസ് ചേഞ്ച് ചെയ്യാം. ഇതുണ്ടല്ലേ, ഡിഫറെൻറ്റ് ക്ലോക്ക് ഫേസസ് നമുക്ക് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ക്ലോക്ക് ഫേസ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ക്ലോക്ക് ഫേസ് ചേഞ്ച് ആയിരിക്കുകയാണ്. അങ്ങനെ ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റ്, നൈറ്റ് ലൈറ്റ്, ക്ലോക്ക് ഫേസ്, നെറ്റ്വർക്ക് കണക്ട് ചെയ്തത്, അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക അലാംസും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വോയിസ് കമാൻഡ്സ് ഒന്ന് നോക്കാം. ഓക്കെ ഗൂഗിൾ, വെൻ ഈസ് ഇന്ത്യ പ്ലേയിങ് സൗത്ത് ആഫ്രിക്ക ഇൻ South Africa? The match between India and South Africa has ended for the day. India is batting first and has scored 272 for 3 in their first innings. This is day 2. Okay Google, is there any chance of rain in Kochi? Probably not. This week in Kochi, there's only a low chance of rain. How far is Cochin International Airport from Cochin City? Kochi is 37.4 kilometers away from Kochi International Airport, by car. Okay Google, how much time to reach Trivandrum from Kochi? By car, the trip from Kochi to Thiruvananthapuram is 4 hours and 2 minutes with light traffic. Okay Google, play some latest Malayalam songs from YouTube Music. Sure, check out this Malayalam latest song station on YouTube Music. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വോയിസ് കമാൻഡ്സ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലോക്കിൻ്റെ വയർലെസ് ചാർജിങ് പാഡും കൂടെ ട്രൈ ചെയ്യാം. ഇതാണ് വയർലെസ് ചാർജിങ്, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ ഷോമീൻ്റെ Mi 11 Ultra ആണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചാർജിങ് വെച്ചു, കണ്ടില്ലേ വയർലെസ് ചാർജിങ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു USB പോർട്ടും കൂടെ കണക്ടിവിറ്റി ഓപ്ഷനും കൂടെ ഉണ്ട്. വേറെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാവുന്നുള്ളൊരു ഓപ്ഷനും കൂടി ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതാണ് വയർലെസ് ചാർജിങ് പാഡ്. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനാലിറ്റിയുള്ള ക്ലോക്കാണ്, ഡ്യുവൽ ഫംഗ്ഷനാലിറ്റി. പക്ഷേ ഈ ഡിസ്പ്ലേ, ക്ലോക്കിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, ഈ ഡിസ്പ്ലേ വലിയ കാര്യമായ ഒരു ഫീച്ചറൊന്നും ഓഫർ ചെയ്യുന്നില്ല. കാരണം ആ ഡിസ്പ്ലേയിൽ വെറും ക്ലോക്കേ കാണിക്കുന്നുള്ളൂ. എങ്കിലും ഈ ചാർജിങ് പാഡും കൂടി വരുമ്പോൾ ഒരു നല്ലൊരു ഫംഗ്ഷനാലിറ്റി വരുന്ന ഒരു ഡിവൈസാണ് ഈ ലെനോവോൻ്റെ സ്മാർട്ട് ക്ലോക്ക് 2 വിത്ത് വയർലെസ് ചാർജിങ് പാഡ്. അപ്പോൾ ഈ ഡിവൈസ് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യണം, കാരണം എൻ്റെ അറിവിൽ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഒരു ഈ ഡിവൈസ് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ വീഡിയോ കൊണ്ടുള്ള ഒരു എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.